അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൻസൂറുമായുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കേട്ടു നോക്കാം. ചോദിച്ചോട്ടെ, ഞാൻ പറയട്ടെ. അപ്പം ചോദിച്ചില്ല, മറുപടി പറയണ്ടേ? അത് പറയാൻ നിൽക്കി. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു, ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ച ആ ഒരു സാഹചര്യത്തിൽ അത് വേറെ അല്ലയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായിട്ടാണെങ്കിലും സംസാരിക്കുന്നത്, മനസ്സിലാവാതെയാണെങ്കിലും ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്നാൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് താങ്കൾ എന്റെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ടാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്കെതിരെ പല ആളുകളും ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഇതിന് നമ്മൾ സംസാരിച്ചിട്ട് നേരം വെളുക്കോളം സംസാരിച്ചാലും എവിടെ എത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിച്ചതിനാണെങ്കിൽ എന്റെ വീഡിയോക്ക് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അതിന് മറുപടിയായിട്ട് ഞാൻ വീഡിയോ വീണ്ടും ഇട്ടിട്ടുണ്ട്. അതായത് അവിടെ സംസാരിച്ച വിഷയം മാളിയേക്കൽ സഖാഫിയും അതുപോലെ തന്നെ മണ്ണാർക്കാട് സംവാദം എന്റെ നാട്ടിലാണ്. മാളിയേക്കൽ സഖാഫിയും അലവി സഖാഫിയും ഒക്കെ വന്ന ആ പ്രോഗ്രാമിൽ അവര് വേറെ അല്ല എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ. എന്നാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ച മർക്കസ് സഖാഫത്ത് സുന്നിയുടെ ആ ഒരു ചാനലിലുള്ള മർക്കസ് നടത്തുന്ന ഇന്റർനാഷണൽ മിലാദ് കോൺഫറൻസിൽ സംസാരിച്ച ആ വീഡിയോയില് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കില് എവിടെയും എ പി അബൂബക്കർ മുസ്ലിയാര് അത് വേറെ അല്ലയാണെന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. ആ വീഡിയോയിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് പിന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ പറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കുകൾ. അപ്പോൾ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറഞ്ഞത് എന്താണ്? ഈ പ്രയോഗം നടത്തിയിട്ട് അന്നത്തെ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ ആയിരുന്നില്ല എന്ന് മാത്രമാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് വിശ്വസിച്ചിരുന്നതെന്നോ ഒന്നും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറഞ്ഞിട്ടില്ല. ഉസ്താദ് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരോട് ചോദിച്ചാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ അള്ളാഹു ആണ് എന്ന് പറയും. അത് ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണല്ലോ. അതുമാത്രമേ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്ന് ശേഷം ഉസ്താദ് പറയുന്നുണ്ട്. ആ ഭാഗം ഇദ്ദേഹം കട്ട് ചെയ്ത് മൂടി വെച്ചിട്ടാണ് ഈ വിഷയം ഇയാൾ പ്രചരിപ്പിക്കുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ പിന്നെ പറയാം. നമുക്ക് ഈ ഫോൺ കോളിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേട്ടതിന് ശേഷം.
ആ വീഡിയോയിലുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് ഞാൻ പറയട്ടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്ന് എപ്പിസോഡ് പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് പറയുന്നുണ്ടോ? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ എന്ന് ഉസ്താദ് പറഞ്ഞ ആ സന്ദർഭത്തിൽ നിന്നുള്ള ആ ഭാഗം മാത്രം എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പുള്ള ഭാഗവും മറച്ചു വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സഖാഫിമാരെ തള്ളി എന്ന് പറഞ്ഞാണല്ലോ ഇദ്ദേഹം വീഡിയോ ചെയ്തത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ആ പ്രസംഗത്തിലും പറഞ്ഞിട്ടില്ല, ഒരു പ്രസംഗത്തിലും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം മൻസൂർ അലി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കി ഈ ഭാഗം നമുക്ക് കേൾക്കാം. ഞാൻ പറയട്ടെ വേറെ അല്ല ഉണ്ട് എന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് പറയുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. ഇത് ചരിത്രമല്ല, ഇത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ അതിന് വ്യക്തമായിക്കൊണ്ട് വീണ്ടും ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് AP ഉസ്താദ് നിങ്ങൾ പറയുന്ന നിങ്ങളിപ്പോ ഒരു ന്യായീകരണം നടത്തി. അതായത് AP ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പിന്നെ അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കീങ്ങളും വിശ്വസിച്ചിരുന്നത് എന്ന് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ടോന്ന് എന്റെ ചോദ്യം. പറയുന്നുണ്ടോന്ന് മറ്റേ നിങ്ങൾ ചോദിച്ചു. അല്ല, പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ അത് വേറെ അല്ലാഹ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ലേ ഞങ്ങൾ പണ്ടേ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? അല്ല, പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ അത് വേറെ അല്ലാഹ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതല്ലേ ഞങ്ങൾ പണ്ടേ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഈ പ്രപഞ്ചം സൃഷ്ടിച്ചാൻ പറയട്ടെ, പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെന്ന് ഞാൻ അതാണ് ആമുഖത്തിൽ പറഞ്ഞത്. പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആ ശക്തിക്ക് ഇപ്പം പലരും പല പേരും പറയുന്നുണ്ട്. അതുപോലെ മക്കയിലുള്ള അറബികളിൽപ്പെട്ടവരിൽ കുറെ ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അതിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു ശക്തിക്ക് അവർ അള്ളാഹ് എന്ന് പേരിട്ടത് കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹു ആകും. അതെ. അപ്പൊ ആഷിം ഉസ്താദെ, ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും മഴ വർഷിക്കുന്നതും ഭക്ഷണം നൽകുന്നതും ഒക്കെ അവര് പേരിട്ട് വിളിച്ച ആ അള്ളാഹു ആണ്, ഉറപ്പല്ലേ? ഏതല്ലാഹു? ഈ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോവല്ലേ. അവിടെ അള്ളാഹു എന്ന് പറയുന്നത് ഈ മക്ക മുശ്രിക്കുകൾ മനസ്സിലാക്കിയ ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിനവര് അള്ളാഹു തന്നെയാണോ പറഞ്ഞിരുന്നത്? അതല്ലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. അത് അള്ളാഹ് ഈ സൃഷ്ടാവ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചല്ല. ഇവർ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നോ നിങ്ങൾ വാദിക്കുന്നുണ്ടോ? നിഷേധിക്കുന്നില്ലല്ലേ ഞങ്ങള്? ഇവര് മറ്റു ആളുകളെയും അങ്ങനെ പറഞ്ഞു പോണ്ടേ. നിങ്ങള് സ്ഥാപിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിനൊക്കെ നിങ്ങൾ ചിരിച്ചിട്ട് അങ്ങൊഴിഞ്ഞു മാറി പോയിട്ട് ഞാനൊരു വിഷയം പറയാം. കാരണം ഞാനിപ്പോ എന്റെ പറയായിട്ടൊന്നും ന്യായീകരണം പറയുന്നില്ല. ഒരു വിഷയം ഞാൻ പറയാം. ഇമാം നബവി റഹിമഹുല്ലാഹ് തന്റെ ശറഹ് മുസ്ലിമില് ഒരു വിഷയം ഇങ്ങനെ പ്രതിപാദിച്ചിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിഷയം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഓരോരുത്തരുടെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ശബ്ബഹു വജസ്സമഹു മിനൽ യഹൂദി അങ്ങനെ വിഷയം പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഈ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അവർ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല, അവർ അള്ളാഹ് പേര് വെച്ചത് കൊണ്ട് അള്ളയല്ല. ഇമാം നബവി പറയണത് ഞങ്ങൾ അംഗീകരിക്കണോ? അതാ നിങ്ങൾ പറയണത് ഞങ്ങൾ അംഗീകരിക്കണോ? അപ്പോൾ എൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്. ഇമാം നബവി റഹിമഹുല്ലയടക്കമുള്ള ആധികാരിക മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയാകുന്ന അള്ളാഹു, ആ അള്ളാഹുവിലല്ല മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത്. അവർ അള്ളാഹു എന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി എന്ന് വളരെ കൃത്യമായി ആയത്തിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഇമാം നബവി അടക്കം ഇമാം റാസി അടക്കമുള്ള
ആധികാരിക ഡസൻ കണക്കിന് പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ മൻസൂർ ആയത്തുകൾ എന്ന് പറഞ്ഞ് ആരോ എഴുതി വെച്ച പരിഭാഷകൾ വായിച്ചിട്ട് സ്വന്തം വക വ്യാഖ്യാനം നൽകുകയാണ്. ബാക്കി ഭാഗം കേട്ടു നോക്കൂ. അല്ല പാട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ പറഞ്ഞു. എനിക്ക് പറയട്ടെ, നിങ്ങൾ എന്തിനാണ് വൈബ്രന്റ് ആവുന്നത്? നിങ്ങൾ ഒന്ന് ക്ഷമയോടെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. നിങ്ങളൊരു എന്നെ പോലുള്ള ആളല്ലോ, നിങ്ങളൊരു സഖാഫത്ത് സുന്നിയയിൽ പഠിച്ചിറങ്ങിയ സഖാഫിയല്ലേ, നിങ്ങളൊരു ക്ഷമ കാണിക്കേ. ഓക്കെ. അതായത് മക്ക മുശ്രിക്കുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ദൈവങ്ങൾ കുറെ ഉണ്ടായിരുന്നു. ആ ദൈവങ്ങളിൽ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആരാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ലാത്ത ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട്, ലാത്ത അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് അവര് വിശ്വസിച്ചിരുന്നോ? ഇല്ലല്ലോ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ല. എന്റെ ആദ്യത്തെ വീഡിയോ പറയട്ടെ. ഞാൻ പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് മൻസൂർ അലി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആരോ എഴുതി കൊടുത്ത അല്ലെങ്കിൽ എഴുതി വെച്ച പരിഭാഷ നോക്കി അദ്ദേഹം വായിക്കുകയും സ്വന്തം വകയായിട്ട് വിശദീകരിക്കുകയും ചെയ്തു എന്നല്ലാതെ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇമാമ് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇമാമ് ഇന്നതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാൻ മൻസൂർ അലിക്ക് ഒരു വിഷയത്തിലും മൻസൂർ അലിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ വീഡിയോ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ പരിഭാഷ വായിച്ചിട്ട് അദ്ദേഹം പിന്നെ അതിന് സ്വന്തമായിട്ട് വ്യാഖ്യാനം നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കൃത്യമായി ചോദിച്ചു, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലും മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞിരുന്നത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ ആയിരുന്നുവോ വിശ്വസിച്ചിരുന്നത് എന്ന് ഞാൻ കൃത്യമായി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? അത് അല്ല എന്ന് ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും പറഞ്ഞോന്ന്. അത് അല്ല എന്നോ ആണ് എന്നോ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അതേ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റുമോ? മൻസൂർ അലി പറയാൻ പറ്റുമോ? അവിടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവിടെ സംസാരിച്ച വിഷയം തന്നെ മറ്റൊരു വിഷയമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാത്മ്യം, അവിടുത്തെ മദ്ഹ് പറയുന്ന മജ്ലിസിൽ അവിടുത്തെ മഹത്വം വിശദീകരിക്കാൻ വേണ്ടി മക്ക മുശ്രിക്കീങ്ങളുടെ വിഷയം പറഞ്ഞു വന്നതാണ്. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആണ് ഈ വിഷയം അവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാതെ മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഉസ്താദ് അവർകൾ ആ വിഷയം അവിടെ പറഞ്ഞത്. അങ്ങനെയായിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അവിടെ പറയും, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിലല്ല മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. അവർ വായി കൊണ്ടിങ്ങനെ അള്ളാഹു എന്ന് പറഞ്ഞു എന്നല്ലാതെ. അതുകൊണ്ട് തന്നെ ഉസ്താദ് തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തന്നെ ശേഷം പറയുന്നുണ്ട്, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ വിശ്വസിച്ചിട്ടുമില്ല, മനസ്സിലാക്കിയിട്ടുമില്ല എന്ന് വളരെ കൃത്യമായി ആ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറയുന്നുണ്ട്. ഞാൻ ഇദ്ദേഹം ഈ ഒരു വിഷയം ആദ്യമായിട്ട് വീഡിയോ ചെയ്തപ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് അതിനെ ഖണ്ഡിക്കുകയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആ പ്രഭാഷണത്തിൻ്റെ പൂർണ്ണമായ ഭാഗം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പൂർണ്ണമായും കേട്ടാൽ മനസ്സിലാകും. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ അങ്ങനെ ഒരു വിഷയമേ അവിടെ പ്രതിപാദിക്കുന്നില്ല. ഇതെല്ലാം മൻസൂർ അലിയുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. ബാക്കി ഭാഗം കേൾക്കൂ. നിങ്ങളൊരു സഹിഷ്ണുത കാണിക്കണം. എന്റെ വീഡിയോ രണ്ടും നിങ്ങൾ കാണാതെ ഏതോ ഒരു മുറിമല്ല പറഞ്ഞ അതിന് ബാക്കിയായിട്ടാണ് നിങ്ങളെ വീഡിയോ പലതും പൂർണ്ണമായിട്ട് കേൾക്കുകയും മറുപടി പറയാൻ പറ്റുന്നതിനൊക്കെ മറുപടി ഞാൻ എന്റെ യൂട്യൂബിൽ ചെറിയ രൂപത്തിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വീഡിയോ സൂറത്ത് യൂസുഫ്, ഒരു മിനിറ്റ്, സൂറത്ത് യൂസുഫ് 106-ാമത്തെ ആയത്ത്. ഓക്കെ, അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല.
അവർ അവനോട് പങ്കു ചേർക്കുന്നവരായും കൊണ്ടല്ലാതെ. ആരല്ലേ ഇത്? മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് ഇതിൽ പറയുന്നത്? അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ ആളുകളല്ല, അന്നത്തെ മക്കാ മുശ്രിക്കുകളെയാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് തെറ്റാണെന്നാണോ നിങ്ങൾ ഇപ്പൊ ഇത്രയും നേരം വാദിച്ചത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ ചെറിയൊരു വിശദീകരണം നൽകേണ്ടതുണ്ട്. മൻസൂർ അലി അടക്കമുള്ള വഹാബികൾ മനസ്സിലാക്കി വെച്ച വലിയൊരു തെറ്റിദ്ധാരണയാണത്. ഇദ്ദേഹം ഓതിയത് സൂറത്തു യൂസുഫിലെ ആയത്താണ്. സൂറത്തു യൂസുഫിൽ നിന്നും അദ്ദേഹം ഓതിയ ഭാഗമാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ച് പറയാണ്, അവരിൽ നിന്നും അധികം ആളുകളും അള്ളാഹുവെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ഇല്ലാ വഹും മുശ്രിക്കൂൻ, അള്ളാഹുവിൽ എന്താണ് ഷിർക്ക് ചെയ്തിട്ടല്ലാതെ, അള്ളാഹുവിന് പങ്കാളികളുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ലാതെ, അള്ളാഹുവിൽ പിന്നെ പങ്കുകാരെ വെച്ചിട്ടല്ലാതെ എന്ന് സൂറത്തു യൂസുഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പറഞ്ഞതിൽ നിന്ന് തന്നെ വളരെ കൃത്യമല്ലേ, അള്ളാഹു ഉണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നിട്ട് ആ അള്ളാഹുവിൽ ആണല്ലോ അവർ പങ്കു ചേർത്തത്. ആ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാകണ്ടേ? ഇതാണ് ഇവരുടെ വാദം. ഈ വാദം എത്ര വലിയ വിഡ്ഢിത്തമാണെന്ന് ചിന്തിക്കണം. സാധാരണ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിക്കുന്നത്. അതായത് ഇവർ പറയുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തവരാണ്, അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ട് എന്ന് പിന്നെ വിശ്വസിച്ചിരുന്നവരാണ് എന്നാണ് മക്കാ മുശ്രിക്കീകൾ പറഞ്ഞിരുന്നത്, വിശ്വസിച്ചിരുന്നത്. ഖുർആനായത്തും മറ്റുമൊക്കെ അതിൻ്റെ രേഖയാണ്. ഇത് വിശദീകരിച്ചു കൊണ്ടാണ് ഇവർ പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർത്തു അല്ലെങ്കിൽ അള്ളാഹുവിന് പങ്കാളികളെ വെച്ചു എന്ന് പറയണമെങ്കിൽ ഇവർ ആദ്യം അള്ളാഹുവിൽ വിശ്വസിക്കണ്ടേ, അള്ളാഹുവിൽ വിശ്വസിക്കണ്ടേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അത് എത്രത്തോളം വിഡ്ഢിത്തമാണ് എന്നും എത്രത്തോളം വിവരക്കേടാണ് എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ ചെയ്യുന്ന കാര്യം അത് ശിർക്കാകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിട്ട് ചെയ്താൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അവർ അവരുടെ അമ്പലങ്ങളിൽ പോകുന്നു, ബിംബങ്ങളെ ആരാധിക്കുന്നു, ശബരിമലയിൽ പോകുന്നു, അവിടെ ആരാധനാകർമ്മങ്ങൾ നടത്തുന്നു. ഇതൊക്കെയും ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളല്ലേ? തീർച്ചയായും ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് ഷിർക്കാണ്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കു ചേർക്കലാണല്ലോ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്, പങ്കാളികളെ സ്ഥാപിക്കലാണ്. അതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തി ഷിർക്കിൻ്റെ പ്രവർത്തനമാണല്ലോ. അവരവരുടെ അമ്പലത്തിനെ വലയം ചെയ്യുന്നത് അത് ഷിർക്കിൻ്റെ പ്രവർത്തനമാണല്ലോ. എന്നാൽ ഇവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അതായത് വഹാബികൾ പറയുന്നത് അള്ളാഹുവിൽ ഇവർ ഷിർക്ക് ചെയ്തു, അള്ളാഹുവിൽ പങ്കാളികളെ ഇവർ വെച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിൽ പങ്കാളികളെ വെച്ചു എന്ന് പറയണമെങ്കിൽ ആദ്യം അവർ അള്ളാഹുവിൽ വിശ്വസിക്കണമല്ലോ. അങ്ങനെ വിശ്വസിച്ചാലല്ലേ അള്ളാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കി എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ വഹാബികൾ സാധാരണ ആളുകളെ പറ്റിക്കുന്ന രൂപമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹ് എന്ന് വിശ്വസിക്കാത്തവർ ആരും ഷിർക്ക് ചെയ്യുന്നവരാണെന്ന് പറയാൻ പറ്റൂല. ഇവിടെ അമ്പലത്തിൽ പോയി ആരാധന നടത്തുന്നത് ഷിർക്കാണെന്ന് പറയാൻ പറ്റൂല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അവർ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അള്ളാഹ് എന്ന് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവർ ചെയ്യുന്ന അമ്പലത്തിൽ പോയി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളല്ലേ? ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളാണ്. അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കലാണ്. അതെങ്ങനെ അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കലാക്കുക? കാരണം ഇവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഷിർക്കാവൂ എന്നുള്ള ഏറ്റവും വലിയ അപകടകരമായ ഒരു വാദത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വഹാബികളും ഈ മൻസൂർ മണ്ണാർക്കാടും ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും അത് വളരെ കൃത്യമാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞത്? വമാ യുഅ്മിനു അക്സറുഹും
ബില്ലാഹി ഇല്ലാഹും മുശ്രിക്കൂൻ, അവരിൽ അധികം ആളുകളും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ഇല്ലാഹും മുശ്രിക്കൂൻ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്തിട്ടല്ലാതെ, അള്ളാഹുവിൽ പങ്കാളികളെ വെച്ചിട്ടല്ലാതെ എന്ന് ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്നല്ലേ അതിൽ നിന്നും കിട്ടുക? അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൽ അവർ പങ്കാളികളെ വെച്ചു എന്ന് പറഞ്ഞത് എന്ന് ഖുർആൻ പറയുന്നത്. ഇതാണ് ഇവരുടെ വാദം. ഇതെത്രത്തോളം വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാനത് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് കേൾക്കാം. വാദിച്ചത് നിങ്ങളെന്താണ് ഈ പറയുന്നത്? എന്താണ് പറയുന്നത്? പറയട്ടെ. സൂറത്ത് യൂസുഫ് എന്ന് പറയുന്നത് 12ാമത്തെ സൂറത്ത്, അതിലെ 106ാമത്തെ ആയത്ത് നിങ്ങൾ എടുക്കൂ, വായിക്കൂ. അതിന്റെ അർത്ഥം ഒന്ന് വെച്ചേരി. ലഫ്ലും വെച്ചിട്ടൊന്ന് അർത്ഥം വെച്ചേരി. അപ്പൊ അതിൽ പറയുന്നത് അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ആര്? മക്ക മുശ്രിക്കുകളെ. അവർ അവനോട് പങ്കു ചേർക്കുന്നവരായി കൊണ്ടല്ലാതെ ഇനി നിന്ന് കഴിഞ്ഞിട്ടില്ല. അൻകബൂത്ത് 63 ആകാശത്ത് നിന്നും വെള്ളം ഇറക്കിയിട്ട്, അത് മഴ എന്ന് ബ്രാക്കറ്റ് ഉണ്ട്, അതുമൂലം ഭൂമിയെ മഴ എന്ന് ബ്രാക്കറ്റിലുണ്ട് എന്ന്. അപ്പം മനസ്സിലായില്ല, ഇയാൾ ഖുർആനല്ല ഓതുന്നത്, ആരോ എഴുതി വെച്ച പരിഭാഷയാണ് വായിക്കുന്നതെന്ന്. ഇയാൾ ലഫ്ല് അർത്ഥം വെക്കുന്നൊക്കെയാണ് ഇപ്പം നേരത്തെ പറഞ്ഞത്. എന്നിട്ട് ഇദ്ദേഹം വായിക്കുന്നത് ഏതോ പരിഭാഷയാണ്. എന്തായാലും ബാക്കി കേൾക്കാം. നിർജീവമായതിനു ശേഷം ജീവിപ്പിക്കുന്ന, ഉൽപാദന യോഗ്യമാക്കുന്നവൻ ആരാണ് എന്ന് ആരോടെ മക്ക മുശ്രിക്കുകളോട് ചോദിച്ചാൽ, ഇനി ചോദിക്കുന്ന പക്ഷം നിശ്ചയമായും അവർ പറയും അള്ളാഹു ആണ് എന്ന്. ആ അള്ള ഏതാണ്? കഴിഞ്ഞോ? അല്ല, കഴിഞ്ഞിട്ടില്ല. ഇതിന് മറുപടി ആരാണ്? ഈ ആയത്തൊക്കെ കണ്ടവരാണ് ഇമാം നബവി റഹിമഹുല്ലാഹ്. അപ്പോ ഇദ്ദേഹം ആ അള്ളാഹു ഏതാണെന്നാണ് ചോദ്യം. അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ആ ശക്തി പിന്നെ അതിന് മക്കളുണ്ട് എന്ന് വിശ്വസിക്കുകയോ, അല്ലെങ്കിൽ ഭാര്യ ഉണ്ട് എന്ന് വിശ്വസിക്കുകയോ, അല്ലെങ്കിൽ അതിന് പങ്കാളികളുണ്ട് എന്ന് വിശ്വസിക്കുകയോ, അതിന് തത്തുല്യമായ മറ്റൊന്നുണ്ട് എന്ന് വിശ്വസിക്കുകയോ, അല്ലെങ്കിൽ ആ ശക്തി മറ്റൊന്നിൽ അവതരിക്കുമെന്ന് വിശ്വസിക്കുകയോ ചെയ്താൽ എല്ലാം ഷിർക്കിൻ്റെ വിശ്വാസമാണ്. അതെല്ലാം ഷിർക്ക് തന്നെയാണ്. അള്ളാഹു എന്ന ഒരു പേര് കൊടുത്താലും കൊടുത്തില്ലേലും ശരി, അതൊക്കെ ഷിർക്കാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിക്ക് മക്കളുണ്ട് എന്നോ അല്ലെങ്കിൽ അവതാരങ്ങളായി അവതരിക്കുമെന്നോ ഒക്കെ വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. അള്ളാഹ് തന്നെ വിശ്വസിക്കണമെന്നില്ല, അള്ളാഹ് പറഞ്ഞോളണമെന്നില്ല. പക്ഷെ ഇവർ പറഞ്ഞുകൊണ്ട് വരുന്നത് അള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് എന്ത് ചെയ്തത്, അത് ഷിർക്കായത് എന്നാണ്. അള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്. നബവി അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ ആയിട്ട് കണ്ടു. അതിനുള്ളത് പറഞ്ഞോളൂ. ഇനി ഇമാം നബവി പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കണം. മനസ്സിലാക്കി ഇമാം നബവി ഖുർആനെതിരെ പറയേ. ഖുർആനെതിരെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ഥലത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നില്ല. ഇതെല്ലാം വഹാബികളുടെ ദുർവ്യാഖ്യാനം മാത്രമാണ്. ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഒരു ഇമാമും ഒരു മുഫസ്സിറും ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ടും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം മൻസൂറിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും എടുത്ത വിശദീകരണങ്ങൾ മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? പറയുന്നതാണ് നിങ്ങൾ പറയുന്നത്. വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനേലും കിട്ടുമെന്നുള്ളത് എന്റെ വിഷയമല്ല. നിങ്ങൾ എന്തിനേലും കിട്ടുമോ എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാനിവിടെ സൂറത്ത് യൂസുഫിന്റെ പറഞ്ഞു വെക്കേ, എനിക്കും ഇമാമത്തുള്ളതാണ്. ഇങ്ങക്ക് ഇമാമത്തിന് ഉണ്ടാവും, അത് കുഴപ്പമില്ല. ആശിമ സഖാഫിയെ സൂറത്ത് യൂസുഫില് അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. അവർ അവനോട് പങ്കുചേർക്കുന്നവരായും കൊണ്ടല്ലാതെ ആ അവരാരാണ്, ആ അള്ളാഹു ആരാണ്? നിങ്ങൾ അപ്പൊ അതിന് സുഹൃത്തിന് പിന്നെ ഇമാം നബവി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ട് വാ. അല്ലാതെ ഇമാം നബവിയുടെ ഗ്രന്ഥം മാത്രം പഠിച്ച് ഇസ്ലാം പൂർത്തിയാവുന്നതാണ് നിങ്ങൾ കരുതിയിട്ടുള്ളത്? ഹമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വായിച്ച ഇസ്ലാം പൂർത്തിയാകുമെന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് വഹാബികളുടെ ആചാര്യനായ അമാനി മൗലവി എഴുതിയ പരിഭാഷ ഉണ്ടല്ലോ, ആ പരിഭാഷ വായിച്ചാൽ ഒക്കെ പൂർണ്ണമായി. പക്ഷേ ഇമാം നബവി ഖുർആനായത്ത് വിശദീകരിച്ചുകൊണ്ടോ ഹദീസ് വിശദീകരിച്ചുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയാൻ പാടില്ല. ഇദ്ദേഹം എന്നിട്ട് സ്വന്തം വക വ്യാഖ്യാനിക്കുകയാണ്. അങ്ങനെ
ഞാൻ ഈ വിഷയം ഇമാം നവവി പറഞ്ഞത് അംഗീകരിക്കണോ നിങ്ങൾ പറഞ്ഞത് അംഗീകരിക്കണോ എന്ന ആ മർമ്മപ്രധാനമായ ചോദ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കാര്യം കയ്യിൽ നിന്നും വിട്ടുപോകും, പിടി കയ്യിൽ നിന്നും വിട്ടുപോകും എന്ന് കണ്ടപ്പോൾ പിന്നെ അദ്ദേഹം പ്രകോപനപരമായിട്ട് സംസാരിക്കുകയാണ്. അത് കേട്ടു നോക്കാം. എനിക്ക് സംസാരിക്കാൻ വേണ്ടി സമയം നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം തന്നു. ഞാൻ പരിശുദ്ധ ഖുർആനത്തെ പറയട്ടെ. ഞാൻ അല്ല ആഷിം സഖാഫി ഇവിടെ ചൂടൊന്നുമില്ല, അജാതി പണിയൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ 2 ആയത്ത് അൻകബൂത്തത്തെയും യൂസുഫിന്റെയും പറഞ്ഞു. ഇനി പറയട്ടെ, അല്ലേ ഞാൻ ചോദിച്ചതിന് മറുപടി നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ചോദിച്ചതിന് മറുപടി നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ ഞാൻ സഹിഷ്ണുതയെ കേട്ടില്ലേ? ഓ കേട്ടു. ആ ആയത്തെല്ലാം കണ്ട ആളാണ് ഇമാം നവവി. പിന്നെയും പറഞ്ഞു ഇമാം നവവി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ ഇമാം നവവി മാത്രമല്ല. പഠിച്ചവരാണ് ഇമാം നവവി. ഇമാം നവവി പറയുകയാണ് ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്, അവർ ആരാധിച്ചിരുന്നത് അല്ലാഹുവിനെയല്ല. അവർ അല്ലാഹ് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്ല. പിന്നെ ഇവര് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് എന്താണ് അല്ലാഹ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം യഥാർത്ഥ ആരാധ്യൻ, യഥാർത്ഥ ഇലാഹ്, യഥാർത്ഥ പടച്ചോൻ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ അല്ലാഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യഥാർത്ഥ ആരാധ്യൻ എന്ന അർത്ഥം വരുന്ന ആ ഒരു പദമാണല്ലോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് എന്ന് പിന്നെ വിശ്വസിച്ചിരുന്ന മക്കാ മുശ്രിക്കീങ്ങൾ ആ ശക്തിക്ക് വിളിച്ചിരുന്ന പേരായിരുന്നല്ലോ അല്ലാഹ് എന്നുള്ളത്. അതുകൊണ്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അഥവാ വിഷയത്തിൽ നിന്നും തെന്നി മാറാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ ചോദിച്ചത്. അവിടെ എനിക്ക് യഥാർത്ഥത്തിൽ അല്ലാഹു എന്നുള്ളതിൻ്റെ അർത്ഥം അതാണെങ്കിലും ആ അർത്ഥത്തിലേക്ക് അല്ല നോക്കുന്നത്. അല്ലാഹ് എന്നുള്ളത് അത് അലമാണ്, അതൊരു പേരാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എല്ലാ ന്യൂനതകളിൽ നിന്നും ഒഴിവായ സമ്പൂർണനായ ഒരു ശക്തിക്ക് പറയുന്ന പേര് എന്ന നിലയിലാണ് മുസ്ലിമീങ്ങൾ അല്ലാഹ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. എന്നാൽ മക്കാ മുശ്രിക്കീങ്ങളും ആ പദം ഉപയോഗിച്ചിരുന്നു എന്നതുകൊണ്ട് അവരുടെ വിശ്വാസം ക്ലിയറായിരുന്നു എന്നൊന്നും ഇതുകൊണ്ട് പറയാൻ സാധിക്കില്ല. നമ്മളത് മനസ്സിലാക്കണം. അതിന് ഞാനൊരു ഉദാഹരണം പറയാൻ പോയപ്പോൾ എന്നെ അയാൾ അനുവദിച്ചില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരാളെ പോലീസ് പിടിച്ചു കോടതിയിൽ കൊണ്ടുവന്നു. മോഷണക്കുറ്റമാണ് വിഷയം. മോഷണക്കേസിൽ പിടിച്ചു, കോടതിയിൽ വന്നു. അങ്ങനെ പ്രതിഭാഗത്ത് വാദിക്കുന്ന വക്കീൽ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ പേര് അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്താണ്. അപ്പോൾ വിശ്വസ്തൻ എന്ന പേര് ഇദ്ദേഹത്തിനുണ്ടായിരിക്കെ ഇദ്ദേഹം മോഷണം നടത്തിയെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരിക്കലും ഇദ്ദേഹം മോഷണം നടത്തിയിട്ടില്ല. തെളിവെന്താണ്? പേര് അൽ അമീൻ എന്ന് വെച്ചതുകൊണ്ട്, വിശ്വസ്തൻ എന്ന പേര് വെച്ചതുകൊണ്ട് ഇദ്ദേഹം ഒരിക്കലും മോഷണം നടത്തൂല. എന്നതുപോലെ മക്കാ മുശ്രിക്കീങ്ങൾ യഥാർത്ഥ ആരാധ്യൻ എന്ന അർത്ഥം വരുന്ന അല്ലാഹ് എന്ന പദം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ച് ആ ശക്തിക്ക് ആ പേര് കൊടുക്കുകയും എന്നിട്ട് അവന് പങ്കുകാരുണ്ട് എന്നും അവന് മക്കളുണ്ട് എന്നും അവന് അതുപോലെ തന്നെ ഭാര്യ ഇണകളുണ്ട് എന്നും ഒക്കെ വിശ്വസിച്ച് അവന് തത്തുല്യനായ ശക്തി ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തെക്കുറിച്ച് അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് പറയാൻ കഴിയൂല. മൻസൂർ അലി അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അവർ എന്ത് പേര് പറഞ്ഞാലും ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കൂല. അതാണ് കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞത്, ഇമാം റാസി അടക്കം പറഞ്ഞത്. ആ പദം അവർക്ക് പരിചിതമായിരുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ് കേട്ട് വന്ന ഒരു പദം എന്ന നിലയിൽ മാത്രമാണ് അവർ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നത്. അതത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ യഥാർത്ഥ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, പിന്നെ
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയുക്തരാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാത്രമാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാത്രമാണ്, അള്ളാഹനെ പരിചയപ്പെടുത്താനല്ല. അള്ളാഹനെ പരിചയപ്പെടുത്താനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, അഥവാ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുക. മുസ്ലിം സമുദായത്തെ പിഴച്ച ആശയത്തിലേക്ക് ഖുർആനും ഹദീസും അതുപോലെ തന്നെ പ്രവാചക ദൗത്യത്തിനെയും തള്ളിക്കളയുന്ന, ഈമാനിനെ നശിപ്പിച്ച് കളയുന്ന ഏറ്റവും നീചവും നികൃഷ്ടവുമായ വിശ്വാസത്തിലേക്ക് സമുദായത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇയാൾ ഈ പറയുന്നതൊക്കെയും നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അതാണ് മക്ക മുശ്രിക്കീങ്ങളിൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിട്ടുള്ളതും. അല്ലാതെ അള്ളാഹുവിനെ അറിയാത്തൊരു പ്രശ്നമൊന്നും മക്ക മുശ്രിക്കീങ്ങൾക്കില്ലായിരുന്നു. അള്ളാഹുവിനെ പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നും മക്ക മുശ്രിക്കീങ്ങൾക്കില്ലായിരുന്നു എന്ന് തട്ടിവിടുകയാണ് ആശാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് സൂറത്തുൽ ഇഖ്ലാസ് പോലും അതിൻ്റെ ആശയം എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ തൗഹീദിൻ്റെ സമ്പൂർണ്ണ ആശയത്തെ ഉൾക്കൊള്ളിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസ് അവതരിക്കാനുള്ള പശ്ചാത്തലം എന്താണ് പ്രിയമുള്ളവരെ? ആ സൂറത്തുൽ ഇഖ്ലാസ് അവതരിക്കാനുള്ള പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് നീ പരിചയപ്പെടുത്തുന്ന ദൈവമാകുന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ആ അള്ളാഹു ആരാണ്? അപ്പോൾ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമാണോ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു തന്നെയാണ് എന്നാണോ? അല്ല. ചോദ്യം തന്നെ കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ആമിർ വന്നിട്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഫഖാല ആമിറുൻ, ആമിർ വന്നിട്ട് പറയാണ്, ഓ മുഹമ്മദ് നബിയെ, നീ ഏതിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്? ആരിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്? ആരെ ആരാധിക്കാനാണ് നീ ഞങ്ങളോട് പറയുന്നത്? ഖാല ഇലല്ലാഹ്, നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. ഖാല, അപ്പോൾ ആമിർ ചോദിക്കുക, സിഫ് ലന അം മിൻ ദഹബിൻ ഹുവ ഔ മിൻ ഫില്ലത്തിൻ അം മിൻ ഹദീദിൻ അം മിൻ ഖശബ്. അല്ല മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹു അത് സ്വർണത്താൽ ഉണ്ടാക്കിയതാണോ, അല്ല വെള്ളിയിലുണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ ഇരുമ്പിനാലുണ്ടാക്കിയതാണോ, അല്ല തടിക്കഷ്ണം കൊണ്ടുണ്ടാക്കിയതാണോ? അപ്പം നിങ്ങൾ നോക്ക്, ഇവർ യഥാർത്ഥ അള്ളാഹുവിൽ വിശ്വസിച്ചോ? ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിച്ചോ? അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവരാ പദം പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ അതാ. അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു ഏകനാണ്, അവൻ സ്വയം പര്യാപ്തനായവനാണ്, അവനെ എല്ലാവരും ആശ്രയിക്കുന്നു, അവൻ നിരാശ്രയനാണ്, അവനക്ക് മറ്റൊന്നിൻ്റെ ആശ്രയം ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായി, അവന് മാതാപിതാക്കളില്ല, മക്കളില്ല, കൃത്യമായി പഠിപ്പിക്കുന്നു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തത്തുല്യമായി ഒന്നും തന്നെയില്ല, ഒരു വസ്തുവും അള്ളാഹുവിന് തത്തുല്യമായില്ല എന്ന് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മക്ക മുശ്രിക്കീങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് ക്ഷണിച്ചത്, അള്ളാഹിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത് എന്ന തെറ്റായ ആശയം സമുദായത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മൻസൂറിനെ പോലുള്ള വിവരദോഷികൾ. ബാക്കി ഭാഗം കേൾക്കൂ. അള്ള പുല്ലിംഗല്ല ശ്രീലങ്കല്ല ബഹുവചനല്ല. അള്ളാ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയി കാര്യമല്ലോ. അള്ളാ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? അംഗഭൂതം. നിങ്ങൾ അള്ളാഹുവിനെ, ഏക ഇലാഹിനെ, അവന്റെ വഹദാനിയത്തില് കളങ്കം ചാർത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് നിങ്ങളെയും കൂടി കഴിയില്ല. പറഞ്ഞോ, അള്ളാ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ അള്ളാഹു എന്നുള്ളതിന്റെ അപ്പൊ ഇദ്ദേഹം ഈ വിഷയം ചോദിച്ച് വിഷയത്തിൽ നിന്നും തെന്നി മാറാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചത്.
അതുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഇദ്ദേഹത്തിന് കൃത്യമായി വലിച്ചു കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്തില്ല, അവിടെ അർത്ഥം പറഞ്ഞില്ല. കാരണം ഇമാം നവവി റഹിമഹുല്ല കൃത്യമായി പറഞ്ഞ ആ ഒരു ഒറ്റ ഉദ്ധരണി പറഞ്ഞുകൊണ്ട് ആ ഉദ്ധരണിയെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. ആ ഇമാം നവവി പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ഖുർആനാ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ധ്വനി എന്താ? ഇമാം നവവി പറഞ്ഞത് തെറ്റാണ് എന്നൊന്നിരിക്കൽ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇമാം നവവിയെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് ഇദ്ദേഹം പറയേണ്ടി വരും. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ ഇദ്ദേഹം തയ്യാറാകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സമുദായം തള്ളും, ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും. അത് പറയാൻ നിർവാഹമില്ല. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ല ആ പറഞ്ഞ വിഷയമോ അതിനെ തൊടുന്നില്ല. അദ്ദേഹം ആ വിഷയം തൊടാതെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് തെന്നി മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കൃത്യമായി അദ്ദേഹത്തെ വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞു, അവർ അള്ളാഹ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവർ യഥാർത്ഥ അള്ളാഹുവിനെയല്ല വിശ്വസിച്ചിരുന്നത്, ആ അള്ളാഹുവിനെയല്ല അവർ ആരാധിച്ചിരുന്നത്. ഇമാം നവവി നിങ്ങൾ പറയുന്നു അല്ല, ആ അള്ളാഹുവിനെയാണ് എന്ന് പറയുമ്പോൾ ഇതിലേത് വിശ്വസിക്കണമെന്ന് കൃത്യമായി ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹത്തിന് മറുപടിയില്ലാതെ വിഷയത്തെ മറ്റൊന്നിലേക്ക് തട്ടി മാറ്റിക്കൊണ്ടുപോകാൻ, വിഷയത്തിൻ്റെ ഗതി മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, വിഷയത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ശൈലിയും മറ്റുമൊക്കെ മാറുകയാണ്. കളി ഇങ്ങോട്ട് നടക്കൂല. ഞാനൊരാളെ പറ്റി പച്ചക്കള്ളം പറഞ്ഞു. തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ പിന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചു എന്ന് എൽ പി ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു. നീ പറഞ്ഞു ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന കാലത്ത് അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുസ്ലിങ്ങൾ. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുസ്ലിങ്ങൾ. പക്ഷെ അവരെന്തുകൊണ്ട് മുസ്ലിക്കായി? അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹ് പറയാതല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത് എന്ന് ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അള്ളാഹുവിനെ അറിയാതെയായി പോയത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹുവിന്റെ റസൂൽ അവരുടെ ഇടയിൽ അറിയാതെയായി പോയത് എന്തുകൊണ്ടാണ്? അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടും ആ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരുടെ ഇടയിൽ വലിയ വിശ്വസ്തരായിരുന്നു. അപ്പോ
ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ പ്രഭാഷണത്തിൻ്റെ കട്ട് ചെയ്ത കുറച്ച് ഭാഗം ആദ്യം പ്ലേ ചെയ്തു, മുഴുവനും പ്ലേ ചെയ്തില്ല എന്ന് പിന്നീട് പറയുമല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഇതിൻ്റെ അവസാനം തീരാറായപ്പോൾ പ്ലേ ചെയ്തു. അപ്പോൾ ചില ആളുകൾ വീഡിയോ ഫുള്ള് കേട്ട് നോക്കിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കൃത്യമായിട്ട് പറഞ്ഞു, അവർ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അള്ളാഹ് എന്ന് പറയുന്നു എന്നല്ലാതെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. അവരെന്തുകൊണ്ട് മുശ്രിക്കായി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അതുപോലെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അള്ളാഹുവിൻ്റെ കഴിവുകളെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇസ്തിഗാസയെ എതിർക്കണം. ഈ മക്കാ മുശ്രിക്കീങ്ങളുടെ ചർച്ചയൊക്കെ വരുന്നത് അവിടെയാണ്. ഇസ്തിഗാസയെ എതിർക്കാൻ വേണ്ടിയാണ് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമൊക്കെ യഥാർത്ഥത്തിൽ ഇവർ കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കേട്ടു നോക്കാം. വോയിസ് നാളെ പുറത്തു വരുമ്പോ അതില് താങ്കൾ ഈ പറഞ്ഞതിന് ശേഷം AP എന്താണ് പറഞ്ഞത് ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല. അള്ളാഹു എന്ന് പേര് നൽകിയിട്ടുണ്ടെങ്കിലും ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല എന്ന് പറയുന്നു. വാക്കിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ അല്ല എന്ന് പറയുന്നു. എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമേ ഉള്ളൂ. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അറബികളായിരുന്നു. അവർക്ക് അല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അറിയും. അതായത് അല്ലാഹു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരുത്തനെ പിടിച്ചു. അല്ലാഹു എന്ന വാക്കിന്റെ അർത്ഥം അപ്പോൾ ഇദ്ദേഹത്തിന് ഇമാം നവവിയുടെ ആ ഇബാറത്തിനെ തൊടാൻ കഴിയുന്നില്ല, മറുപടി പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അയാൾ പിന്നെ അള്ളാഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ ചോദിച്ച് വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇമാം നബവിയുടെ ഉദ്ധരണി ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് അയാൾ മാ എന്ന് മിണ്ടാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഇദ്ദേഹം പ്രകോപനപരമായിട്ട് പിന്നെ സംസാരിക്കുകയാണ്. പുലിമടയാണ്, സിംഹമടയാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ബാക്കി കേട്ടു. എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എന്നെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചറിയാണക്ക് ഞാൻ പഠിപ്പിച്ചു തരേ എന്താണ് അല്ലാഹു എന്നുള്ള സംസാരത്തിന്റെ ശൈലിയൊക്കെ മാറി. ദേഷ്യം വരുമ്പോ അള്ളാഹ് പറയുന്നുള്ളത് നാളെ നിങ്ങൾ ഇടണം. നിങ്ങൾ ഈ വീഡിയോയുടെ ഭാഗം പോലും നിങ്ങൾ ചാനലിൽ ഇടണം. എനിക്ക് ചോദിക്കാനുള്ളത്, ഇമാം നബവി പറഞ്ഞു അവര് അള്ളാഹു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അല്ല എന്ന്. അവർ ആരാധിച്ചിരുന്ന ആരാധ്യൻ അള്ളാഹുവല്ല. അവർ അള്ളാഹ് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ അല്ല മക്കയിൽ ഇമാം നബവി പറയാ, നിങ്ങൾ പറയാ. അപ്പൊ എന്റെ ഫോണിൽ കാണിച്ച് വിളിച്ചിരിക്കണതേ എന്നെ പറയാനൊക്കെ ഇതെന്തെങ്ങനെ പാട്ട് പറഞ്ഞേ പറയാൻ അനുവദിക്കുക. എന്ത് സക്കാഫിയാണ് ചങ്ങായി? നമ്മൾ മൻസൂറിന്റെ തൊള്ള കേൾക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്. പ്രാമാണികമായിട്ട് വിഷയങ്ങൾ സംസാരിക്കാനാണ് മൻസൂറിനെ വിളിച്ചത്. അയാൾ തൊള്ളയിൽ നിന്നും സ്വന്തം വകയായിട്ട് പറയുന്നു എന്നല്ലാതെ പ്രാമാണികമായിട്ടൊരു വിഷയവും അയാൾ തൊട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം നബവിയെ ഞാൻ എടുത്തുദ്ധരിച്ചിട്ട് അദ്ദേഹം എന്തില്ല തൊടുന്നില്ല ആ വിഷയം, എന്നിട്ട് സംസാരിക്കുന്നു. നോക്കും. ഇതാണോ സഖാഫത്ത് സുന്നയിൽ നിന്ന് പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യനെ വിളിച്ചിട്ട് മാന്യത ഇല്ലാണ്ട് ഇങ്ങനെ സുന്നയിൽ നിന്ന് അല്ല പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് സബൂറാവ് ഞാൻ പറയട്ടെ. ഇന്ന് ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചിരിക്കണേ? എന്റെ ഉത്തരം പറയാൻ അയക്ക്. എന്താണ് ആശിമേ? എന്ത് ആശിമേജ്? എന്താണ് ആശിമേ? ഒരു കാര്യം പറയുമ്പോ ഒന്ന് സബൂറാവിയേ. അപ്പോ പറയട്ടെ. അപ്പോ അള്ളാഹുവിന്റെ ഞാൻ എന്താ ചോദിച്ചത്? ഇമാം നബവി റഹിമഹുല്ല പറഞ്ഞു മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്നത്, ഇബാദത്തെടുത്തിരുന്നത് അള്ളാഹുവിനല്ല. അവർ അള്ളാഹു എന്ന് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ അല്ല എന്ന് ഇമാം നബവി റഹിമഹുല്ല വിശദീകരിച്ചു. അതിന് മറുപടി പറയുന്നതാണ് എൻ്റെ ചോദ്യം. അതിന് മറുപടിയാണ് അത് പറഞ്ഞത് ഇമാം നബവി പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റാണ്, അല്ലെങ്കിൽ ഇമാം നബവി പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഇമാം നബവി അംഗീകരിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇദ്ദേഹം വീണ്ടും വിഷയം മാറ്റാൻ വേണ്ടി സംസാരിക്കുക.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മക്ക മണലാരണ്യത്തിൽ വന്ന് ദഅവത്ത് നടത്തിയപ്പോ ആ ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു? അള്ളാഹിനെ പരിചയപ്പെടുത്തലായിരുന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തലാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തലല്ലേ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഇദ്ദേഹം എന്ത് പൊട്ടത്തരാണ് പറയണത്? ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല എന്ന് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അവരെ പരിചയപ്പെടുത്തി കൊടുത്തത് അള്ളാഹുവിനെ തന്നെയല്ലേ. പിന്നെ ഗണപതിയെയോ പരമശിവനെ പരിചയപ്പെടുത്തി കൊടുത്തത് അള്ളാഹുവിനെ തന്നെയാണ്. ഇയാൾ എന്ത് പൊട്ടത്തരവും വിഡ്ഢിത്തരാണ് ഈ പറയണത്? എന്തൊക്കെയോ കുറേ പൊട്ടത്തരങ്ങൾ ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റൊന്നാണ് ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. അതും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കൽ തന്നെ. ഇതും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, എല്ലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കൽ തന്നെയാണേ. എന്താണ് മൻസൂർ അലി പറയുന്നത്? അപ്പൊ അങ്ങനെ ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്ന് പറഞ്ഞു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തലല്ല അള്ളാഹുവിലേക്ക് മാത്രമെന്ന് ഇവിടുത്തെ സലഫി പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പറയുന്ന നിങ്ങൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള അബൂ ലഹബിനും മറ്റു ആളുകൾക്കും അവർക്ക് ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. എന്നിട്ട് ഇദ്ദേഹം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആശയത്തിലേക്ക് എന്താണ് ഇവിടുത്തെ സലഫി പ്രസ്ഥാനം പറയുന്നത് പോലെ ആരാധന പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുണ്ട്. അതാണ് അപ്പോൾ ആശയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ തട്ടിപ്പിൻ്റെ ഭാഗമാണ് ഞാനൊന്ന് അതിലേക്ക് തട്ടിപ്പിലേക്ക് തെറ്റിക്കുന്ന ഭാഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഭാഗം. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കൂ, അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഞാൻ അങ്ങോട്ട് പറയുന്ന ഒരു വിഷയം കേൾക്കാൻ അയാൾ തയ്യാറാകുന്നില്ലേ? ഇമാം നബവി പറഞ്ഞത് ചോദിച്ചിട്ട് അയാൾ മറുപടി പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആളുകൾ കേട്ടാല് പ്രശ്നമാവും. ഇനി വിളിക്കണമെന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം കുറച്ച് അതും കൂടെ കേട്ട് നോക്കാം, അതെന്താണ് പറയുന്നത് എന്നുള്ളത്. ഹാഷിം സഖാഫി എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ഇദ്ദേഹം ഇമാമത്ത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അദ്ദേഹം ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. കാര്യം കുറേ മുസ്ലിയാക്കന്മാർ ഈ വിഷയം പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു. അതിലേതോ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ഒരു നിലപാടുമില്ലാതെ വിമർശിച്ചതാണ് എന്ന് കരുതിക്കൊണ്ടായിരിക്കാം അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് അതിനെതിരെ 2 വീഡിയോകൾ ചെയ്തിട്ടുള്ളത്. അവിടെ കാന്തപുരം ആ പറഞ്ഞ 2 വീഡിയോയിലും ഒരു ഖുർആൻ ആയത്ത് ഉദ്ധരിച്ചതില്ലെന്നും ഒരു ഖുർആൻ ആയത്തിലും എന്തില്ല, ഖുർആൻ ആയത്തല്ല ഉദ്ധരിച്ചത്, അദ്ദേഹം പരിഭാഷയാണ് വായിച്ചത്, മറ്റൊരു വിഷയം. എന്തായാലും പോട്ടെ, ആ ആയത്തിലൊന്നും ഹബീബ് തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിലാണ് മക്കാ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചൊന്നും ഇല്ല കേട്ടോ. അതെല്ലാവരും കേട്ടു നോക്കിയാൽ അറിയാം. അത് കളവ് മാത്രം പറയാനേ ഇദ്ദേഹം വീഡിയോ ചെയ്യുള്ളൂ. എന്ത് ചെയ്യുക? കളവ് മാത്രം പറയാൻ വേണ്ടി മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. മാത്രമല്ല ഇദ്ദേഹം വലിയ വലിയ ഉസ്താദുമാർ അങ്ങനെയാണല്ലോ പബ്ലിസിറ്റി പിന്നെ അറിയപ്പെട്ട ആളാവണമെങ്കിൽ എന്ത് വേണം? അറിയപ്പെട്ട ആളുകളെ പറ്റി എന്തെങ്കിലും കുറ്റങ്ങൾ പറയണം, ഇല്ലാത്തത് പറയണം, എന്നാലല്ലേ അറിയപ്പെടുള്ളൂ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് എ പി ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പൊന്മുള ഉസ്താദിനെയും അങ്ങനെ അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരെ അവർ പറയാത്തത് പ്രസംഗ ഭാഗങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് വെച്ചിട്ട് സ്വന്തം വകയായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വ്യാഖ്യാനിക്കുന്ന മൻസൂർ അലിയാണ് ഇദ്ദേഹം. എന്തിനു വേണ്ടിയിട്ട്? വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ബാക്കി കേൾക്കാം, ഇയാൾ എന്താ പറയണമെന്ന് കേട്ടോ കാലിനി. AP അബൂബക്കർ മുസ്ലിയാർ എന്താണോ പറഞ്ഞത് അത് നമ്മൾ വ്യക്തമായിക്കൊണ്ട് വീണ്ടും ഈ വീഡിയോയിലൂടെ പലതവണ റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചല്ലോ, നിങ്ങളെല്ലാവരും കേട്ടു. കാരണം അവർ അല്ലാ എന്ന് പറയുന്നു എന്നല്ലാതെ ഹബീബായ തങ്ങളെ അംഗീകരിക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇദ്ദേഹം ആ ഭാഗം കൂടി ചേർത്തുകൊണ്ട് ഇതിലിട്ടതിന് നന്ദി പറയാണ്.
ഇപ്പോഴെങ്കിലും അത് ഇടാൻ തോന്നിയല്ലോ. ആദ്യം ചെയ്ത വീഡിയോയിൽ അയാൾ അത് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴെങ്കിലും അയാൾ ഇടാൻ തോന്നിയതിനൊരു നന്ദി പറയാം. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളുമല്ലോ. വേറെ അള്ളാഹുവിലല്ല മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നതും അതെന്താണ് എന്നുള്ളതൊക്കെ ഖുർആൻ സഹിതം ആയത്തുകൾ സഹിതം നമ്മൾ കാണിച്ചതാണ്. പിന്നെ ഇവിടെ ഹാഷിം സഖാഫി പറയുന്നത് ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ടാണ് പറയുന്നത്. സഹീൽ മുസ്ലിമിന്റെ വ്യാഖ്യാനത്തില് ഒരു ഹദീസ് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം അവിടെ സ്ഥാപിക്കാൻ പോകുന്നത് മറ്റൊരു അള്ളാഹു ഉണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പല തവണ ചോദിച്ചിട്ടും അദ്ദേഹം അത് പറയാൻ തയ്യാറായില്ല. അത് പറയുന്നതോടെ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാവുമായിരുന്നു. അത് എങ്ങനെ? അള്ളാഹു എന്നുള്ള വാക്കിന്റെ അർത്ഥം യഥാർത്ഥ ആരാധ്യനാണ്. അപ്പോൾ യഥാർത്ഥ ആരാധ്യൻ എന്ന ഒരു വാക്ക് ഇവർ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിക്ക് വെച്ചിട്ട് ആ ശക്തിക്ക് എന്താണ് പിന്നെ മക്കളുണ്ട് എന്നും ആ ശക്തിക്ക് ഭാര്യയുണ്ട് എന്നും ആ ശക്തിക്ക് കയ്യും കാലുണ്ട് എന്നും ആ ശക്തി അവതരിക്കുമെന്നുമൊക്കെ വിശ്വസിച്ച പിന്നെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുൽ വിശ്വസിക്കലാവോ? അള്ളാഹെന്ന് പേര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പം അത് മനസ്സിലാക്കി ഇമാം നവവി കൃത്യമായിട്ടത് പറഞ്ഞില്ലേ. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വകയായിട്ട് പറഞ്ഞാൽ അത് ഞാനും നിങ്ങളും അംഗീകരിക്കണോ? പൂർവ്വസൂരികളായ മഹത്തുക്കൾ പറഞ്ഞത് അംഗീകരിക്കണം. അത്രയുള്ള എൻ്റെ ചോദ്യം. ഇയാൾ പറഞ്ഞത് അംഗീകരിക്കണോ? ഇമാമീങ്ങൾ പറഞ്ഞത് അംഗീകരിക്കണമോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇമാം നവവിയുടെ ഷറഹ് മുസ്ലിമിൽ നിന്ന് ഒരു ഭാഗം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ മക്ക മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അത് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ വേറെ അള്ളയല്ല എന്നുള്ളൊരു കാര്യം മാത്രമാണുള്ളത്. അത് ഇന്നും ആ കാര്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അതാരാണ് എന്താണ് എന്നുള്ളത് മക്ക മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു. എന്നാൽ റഹ്മാൻ ഇല്ല, അറിയില്ലായിരുന്നു മൻസൂർ അലി. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചത്. ഇവർ വിശ്വസിച്ചിരുന്ന അള്ളാഹു, ഇവർ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ചൊരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഹബീബായ തങ്ങൾ പഠിപ്പിച്ച അള്ളാഹു അല്ല. അപ്പോൾ ആ അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചത്. ഇവർ വേറെന്തോ വിശ്വാസം വെച്ച് പുലർത്തി, എന്നിട്ട് വേറെന്തോ തെറ്റിദ്ധാരണ മനസ്സിൽ കരുതി വെച്ചു എന്നതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് അള്ളാഹുൽ വിശ്വസിച്ചെന്ന് പറയാൻ കഴിയുമോ? എത്രമാത്രം അപകടകരമായ ആദർശമാണ്, ആശയമാണ് മൻസൂർ അലി നിങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അവര് അംഗീകരിക്കൂല. അത്രേ ഉള്ളൂ. ഇന്നത്തെ ഇവിടെയുള്ള ആളുകളും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് മറ്റു പലരിലേക്കും മറ്റു പല മയ്യത്തുകളിലേക്കും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഇന്നും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ വിളിക്കുന്ന ആളുകൾ പരമാവധി സംവദിക്കാൻ ശ്രമിക്കുക, സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ വയലു പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ ഒരു ക്ലാഷ് വന്നത് എന്നുകൂടി ഇതോടൊപ്പം അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിനെ അറിയാത്തവരല്ലായിരുന്നു മക്ക മുശ്രിക്കുകൾ. അവർ കാറ്റിലും തിരമാലയിലും പെട്ടാൽ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ഥാപിക്കാൻ നടക്കുന്ന ആളുകളിൽ പലരും, ഇന്ന് നമ്മൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ അവിടെ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ അടുത്തിരിക്കുന്ന ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞത് ഇനി വേറെ ആരുമില്ല ബദ്രീങ്ങളെ, നിങ്ങൾ മാത്രമുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു കാര്യമൊക്കെ നിങ്ങളൊന്ന് അടിസ്ഥാനമാക്കുക. മക്ക മുശ്രിക്കുകള് അവര് മറ്റാരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. അള്ളാഹുവിനെ മാത്രമാണ് നമുക്ക് വിളിച്ച് അപ്പം അങ്ങനെ അവസാനം അദ്ദേഹം പാട്ട് പാടിക്കൊണ്ട് ഈ വീഡിയോ നിർത്തുന്നതാണ്. നമുക്ക് ആ സംഭാഷണം അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം വളരെ കൃത്യമാണ്. അള്ളാഹു എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ആ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിച്ച വ്യക്തിത്വത്തിനെയല്ല മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത്. അത് അപ്പുറത്തുള്ളൊരു വ്യക്തിയെയായിരുന്നു എന്ന് പറയും പോലെയല്ല. അതായത് നമ്മൾ ഒരു വ്യക്തിയെ ഇവിടെ ഉണ്ടാക്കുകയും ആ വ്യക്തിയിൽ തന്നെ മക്കാ മുശ്രിക്കീകൾ വിശ്വസിച്ചതും ആ വ്യക്തിയിൽ തന്നെ ഹബീബായ തങ്ങൾ വിശ്വസിച്ചിരുന്നതും പിന്നെ എന്തേ പ്രശ്നമുള്ളൂ? ആ വ്യക്തിയിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം വേറെ പിന്നെ ആ വ്യക്തിക്ക് തത്തുല്യനായ പങ്കുകാരനുണ്ട്, ആ വ്യക്തിക്ക് മക്കളുണ്ട്, ആ വ്യക്തി അവതരിക്കും എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ സംഗതി റസൂലുള്ള പരിചയപ്പെടുത്തിയ വ്യക്തിയും അവർ പറഞ്ഞ വ്യക്തിയും ഒന്നാണ് എന്ന് പറഞ്ഞ് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നൊരു വ്യക്തിത്വമല്ല അള്ളാഹു എന്ന് പറയുന്നത്.
അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലായ്പ്പോഴും പറയുന്നത്. ഏകദേശം മതത്തിൻ്റെ വിശ്വാസികളും അവർ വിശ്വസിച്ച് പോകുന്നൊരു സംഗതിയുണ്ട്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവ് ഉണ്ട്, ഒരു ശക്തിയുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളൊന്നും ക്ലിയർ ആകുന്നില്ല? അള്ളാഹു എന്ന് പറയാത്തത് കൊണ്ട് മാത്രമല്ല, അള്ളാഹ് എന്ന് പറയാത്തത് കൊണ്ട് മാത്രമല്ല, ആ ശക്തിക്ക് അനുയോജ്യമല്ലാത്ത ചില വിശേഷണങ്ങൾ ചാർത്തുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ ഹൈന്ദവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അവർ അള്ളാഹു എന്ന് പറയാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് എന്ന് ഇവിടുത്തെ ഹൈന്ദവർ വിശ്വസിക്കുന്നതിനോടൊപ്പം ആ ശക്തിക്ക് ചാർത്തിക്കൊടുക്കാൻ പറ്റാത്ത പല വിശേഷണങ്ങളും ചാർത്തിക്കൊടുക്കുകയും അതുപോലെ തന്നെ ആ ശക്തിക്ക് പുറമെ മറ്റുള്ള ശക്തികളെ ആരാധിക്കുകയും മറ്റുള്ള സൃഷ്ടികളെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ശിർക്കാണ്. അല്ലാതെ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളതിനെ ആരാധിക്കുമ്പോൾ മാത്രമേ ശിർക്കാകൂ എന്നുള്ള ഒരു അബദ്ധജടിലമായ ആദർശത്തിലേക്കും വിശ്വാസത്തിലേക്കുമാണ് യഥാർത്ഥത്തിൽ സമുദായത്തെ ഈ മൻസൂർ അലിയും ടീമും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകൾ മറ്റു വീഡിയോയിൽ നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും മൻസൂർ അലിയെ ഫോൺ കോളിൽ വിളിക്കും. അദ്ദേഹം എടുത്താൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംവദിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.